ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഡിമാൻഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഇവിടെ നമ്മുടെ കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിലെ ഇസിക് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ. കണ്ടില്ലേ, ഹൈസ് കണ്ടില്ലേ? ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു കൗസഫിങ് വഹിച്ച് പരിചയപ്പെട്ട പുള്ളിയുടെ വീട്ടിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ അവൻ രാവിലെ സ്കൂളിൽ പോയി. അപ്പോൾ അവൻ ഇതാണ് കേട്ടോ വീട്. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഐസാണ് കേട്ടോ. എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, പല വീഡിയോകൾ കണ്ടവർക്കറിയാം, കരോള എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ പെൺകുട്ടിയും കൂടെ ഉണ്ട് എൻ്റെ കൂടെ. ഇതാണ് കേട്ടോ അവരുടെ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഈ കാണുന്നതൊക്കെ കിച്ചണാണ് കേട്ടോ. ഈ കാണുന്നത് കിച്ചൺ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് ഇവർ ചൂടാക്കുന്നത്. ഇത് കോളാണ് കേട്ടോ. കോളെടുത്തിട്ട് അവർ ഇതാണ്ട് ഇതിൻ്റെ അകത്തിട്ട് ഇത് വീട്ടിൻ്റെ അകത്ത് എല്ലാ സ്ഥലത്തും പോയി ചൂട് കൊടുക്കും. പിന്നെ ഈ കാണുന്നതെല്ലാം ചൂട് വരുന്നതാണ്. കണ്ടില്ലേ, ഓ കൽക്കരി കത്തുന്നത് കണ്ടോ. നൈസ്. സലാം സലാം. പുള്ളിയാണ് കേട്ടോ ഫാദർ. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. പാവമാണ് കേട്ടോ ഇവരെല്ലാം. ആണ് കണ്ടില്ലേ ഇവരുടെ വീട്. ഓ ഹിയർ ഓക്കെ. ഓ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരുവാണല്ലോ. ഇതാണ്ടേ ബ്രെഡും സംഭവങ്ങളെല്ലാം ഉണ്ട്. ചായ്. കരളെ ഹായ്, ഗുഡ് മോർണിംഗ്. താങ്ക് യു. You were at the house with a Malaysian? I was at the house with a Malaysian. Oh yeah. Noor told. പുള്ളിക്കാരനെ നമ്മളടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് നമ്മളടുത്ത് സംസാരിക്കാണ് കേട്ടോ. നല്ല ആൾക്കാർ കേട്ടോ, നല്ല ആൾക്കാർ. Yeah, they're so nice. അടിപൊളി കേട്ടോ. ഇതാണ് കേട്ടോ ഇവരുടെ വേറൊരു പ്രധാനപ്പെട്ട ഗസ്റ്റുകളൊക്കെ ഇരിക്കുന്ന ഒരു ഇതാണ്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങിയത്. അതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു TV സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോർ. പിന്നെ മുകളിലോട്ടും ഇവർക്ക് വേറെ വാഷ്റൂം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഇവരുടെ രണ്ടാമത്തെ നിലയാണ് കേട്ടോ. രണ്ടാമത്തെ നിലയിൽ നോക്കിയുള്ള കാഴ്ചയാണ് നമുക്ക് ഈ കാണുന്നത്. അവരുടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. പുറത്ത് ഫുള്ള് സ്നോ ആണ്. ഇത് ഇവരുടെ വാഷ്റൂം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ ഇവിടെയും 2-3 റൂമുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ. ഇതാണ് കേട്ടോ ഇവരുടെ വാഷ്റൂം കാണേണ്ട ഒരു മനോഹരം തന്നെയാണ്. ഇത് മറ്റേ ചൂട് വരാൻ വേണ്ടിയുള്ള സംഭവമാണ് കേട്ടോ. ഇതിലൂടെയാണ് ചൂട് വരുന്നത്. പിന്നെ വാഷിംഗ് മെഷീന് ഇതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി വന്നത്. ഇതല്ല, ഇവിടെ ഉള്ള പുറത്തുള്ള വ്യൂ കാണിച്ചു തരാം. ഇത് തുറന്നാൽ തന്നെ നല്ല കാറ്റ് വരും കേട്ടോ, നല്ല തണുപ്പ് വരും. പിന്നെ അവിടെ ഒരു നമുക്ക് അടിപൊളി പള്ളി കാണാൻ കഴിയും കേട്ടോ, ക്രിസ്ത്യൻ പള്ളി. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അത്യാവശ്യം ഫാൻസി ആയിട്ടുള്ള ഒരു എന്താ പറയുക, കുളിക്കാനുള്ള ഒരു വാർഡബാണ് കേട്ടോ. ഇതിൽ ചൂടുവെള്ളവും ചൂടല്ലാത്ത തണുത്ത വെള്ളവും ഇതിൽ വരും. പിന്നെ ഇതിലേക്കൂടെ ഉള്ള വേറൊരു ഷവർ സിസ്റ്റം ഉണ്ട് ഇതിലേക്കൂടെ വരുന്നത്. പിന്നെ ഈ ഒരു സാധനം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വാഷ്റൂം. പിന്നെ ഞാൻ പുറത്തുള്ള വാഷ്റൂം കാണിച്ചു തരാം. പുറത്തുള്ള വാഷ്റൂം എന്ന് പറയുമ്പോൾ ഇവരുടെ സെൻട്രൽ ഏഷ്യയിലെ പുരാതനമായിട്ടുള്ള മറ്റേ വാഷ്റൂമാണ്. അത് പലർക്കും അറിയാം, അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ലേ ലഡാക്കിലൊക്കെ ഉണ്ട്. പിന്നെ ചില നോർത്ത് ഈസ്റ്റിലൊക്കെ ചില സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനത്തെ വാഷ്റൂം കാണാൻ കഴിയും. Bye. Bye. Thank you. Yourself. Why? Huh? My dog. Oh, your dog? Wow. അവനെ ഹസ്കി ഉണ്ട്. He's asking her. ഇതിനെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ, ഹസ്കി. ഓക്കെ ബൈ. നമ്മളിനി പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് നമ്മൾ ആൽമാട്ടിയിലോട്ട് പോവാണ് കേട്ടോ, തലസ്ഥാന നഗരിയിലോട്ട്. ഓ അടിപൊളിയല്ലേ? ഓ ഇന്നലെ ഫോഗ് ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. ഇന്ന് നമുക്ക് സൂപ്പറായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഫുൾ നൈസ്. കണ്ടേ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ ഇതെല്ലാം കാണാനായിട്ട്. ഈ വഴി എല്ലാം ഇന്നലത്തെ സ്നോ മൂടി കിടക്കുക. ഇന്ത്യ പി 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 ഇന്ത്യ പി 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 പി. കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇന്ത്യയിൽ എല്ലാരും പി 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 പി. ആഫ്രിക്ക പുള്ളി എന്തോ പറഞ്ഞ കേട്ടോ, മനസ്സിലായില്ല കേട്ടോ. അടിപൊളി കേട്ടോ. എന്റെ പൊന്നു മോൻ, എന്ത് രസം ഇവിടെയൊക്കെ കാണാൻ. പുള്ളിക്കാരെ ഈ റിവർ കണ്ടിട്ട് മിനി ഗംഗ കേട്ടോ പറയുന്നതാ. വെൽക്കം ടു ഇന്നലെ നമ്മള് സ്കൂളിൽ വെച്ച് അടികൂടി കേട്ടോ. ലാസ്റ്റ് പുള്ളിക്കാരെ നമ്മളെ അടുത്ത് പറഞ്ഞ് അടികൂടാതെ ഒന്നും ചുമ്മാ ഇരിക്കുമെന്ന്. ഇവിടെ കുറെ പേര് ഹിച്ചയ്ക്കാണ്. അവരും ആൽമാട്ടിയിലോട്ടാണെന്ന് തോന്നുന്നു. ഈ വണ്ടിയാണ് കേട്ടോ നമുക്ക് പോകുന്നത്. ഇത് പെട്ടെന്ന് പോകുന്നു പുള്ളിക്കാരൻ പറയുന്നു. പോകുന്നു അറിഞ്ഞില്ല കേട്ടോ.
What did you say? I will cry. Don't cry. Thank you. Rahmat. Yeah. First we have to. നമുക്ക് ബാഗ് ഇവിടെ പുറത്തോട്ട് വെക്കണം കേട്ടോ. കേട്ടോ. മീ. െല്ലാം ഉറക്കം തൂങ്ങുന്നവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. കുറേ പേര് കസാക്കികൾ മാത്രമല്ല ഇവിടെ കിടന്ന ഒരാൾ കിടന്നുറങ്ങുവാണ് കേട്ടോ. എല്ലാവരും കിടന്നുറങ്ങുവാണ്. തണുപ്പായോണ്ടാണ് തോന്നുന്നത് കേട്ടോ. വെൽക്കം ടു അൽമാട്ടി ബാക്ക്. വാ. അങ്ങനെ നമ്മൾ തിരിച്ച് അൽമാട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് വെള്ളമാണല്ലോ. നമ്മൾ ബാഗ് തുറന്ന ബാഗ് എടുക്കട്ടെ. ഇവിടെ ഫുള്ള് ചെളിയാണ് കേട്ടോ. സ്നോ വീണതിൻ്റെ ഫുള്ള് ചെളിയാണ്. ഇവിടെ ഒരു പള്ളിയിലോട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ എത്തിയിട്ട് ആദ്യം വന്നത്. ഇത് ഇവിടുത്തെ സെൻട്രൽ മോസ്കാണ് കേട്ടോ. ആൽമാട്ടി സെൻട്രൽ മോസ്കാണ്. നല്ല രസമുണ്ടല്ലോ. ഇവിടെ ഉള്ളിലോട്ട് കയറാൻ കഴിയുമോ? ഇവിടെ ലോഹർ നമസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഓടിപ്പോകുന്നു. ഫുൾ സ്നോ. നൈസ് റൈറ്റ്. അടിപൊളി കേട്ടോ. ഫുള്ള് സ്നോ ഒക്കെ വെച്ച് എന്ത് രസം കാണാൻ പള്ളി. എൻ്റെ അമ്മോ അടിപൊളി കേട്ടോ. നല്ല രസമുള്ള പള്ളി കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഗ്രാൻഡ് മോസ്ക്. ഇവിടെ ഒരു തൂണുണ്ട്, ഇവിടെ 2 തൂണുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അകത്ത് നമസ്കാരം നടക്കുവാണ്. ഇവിടെ നമസ്കാരത്തിന് സ്ത്രീകൾക്കും ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട്. ഇതും അവരുടെ പള്ളിയുടെ എന്തിൻ്റെ ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ മഞ്ഞ് കണ്ടിട്ടും കൊതി തീരുന്നില്ല. ഈ കാണുന്നതാണ് പള്ളിയുടെ ഈ ഒരു ഭാഗം കേട്ടോ. പള്ളിയുടെ ഈ ഭാഗമാണ്. അതെന്താ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് എന്തോ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലാവുന്നില്ല. മോസ്കിൽ നിന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്ത് ആളുകൾ ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ. ഉള്ളിലോട്ട് നമുക്ക് കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈഗോ ഇവിടെ ഫുള്ള് കണ്ടില്ലേ. ഇത് നമ്മുടെ പള്ളിയുടെ പുറത്തോട്ടുള്ള ഇതാണ്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമസ്കരിക്കണം കേട്ടോ. ഇതാണ് വാഷ്റൂമാണെന്ന് തോന്നുന്നു ഈ കാണുന്നതല്ല. പുറത്ത് സംസ ഉണ്ട്. കഴിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി പോകണം കേട്ടോ. സംസ അകത്ത് കയറിയപ്പോൾ നല്ല മണം കേട്ടോ സംസയുടെ. സംസ കൊള്ളാം കേട്ടോ. അടിപൊളി. ദംദേ എന്നാണ് കേട്ടോ ഇവരുടെ കസാക്ക് ഭാഷയിൽ പറയുന്ന ദംദേ. അടിപൊളി. ഇവിടെ നടന്നു വരുമ്പോൾ ഇവരുടെ ഒരു മാർക്കറ്റാണ് കേട്ടോ. ഇവരുടെ ഏതാണ്ട് നല്ല ഡ്രസ്സുകളൊക്കെ, നല്ല പന്നി. അടിപൊളിയല്ലേ. നൈസ്. നല്ല രസമുണ്ട് കേട്ടോ. പിടിക്കാനൊക്കെ നല്ല രസമുള്ള തുണികൾ കേട്ടോ. കുറേ തണുപ്പിന് വേണ്ടിയൊക്കെ അടിപൊളി കേട്ടോ. അതാ ഇവിടെയും കുറേ ടീഷർട്ടും സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ ഇനി വന്നിട്ടുള്ള ഇവിടുത്തെ ഗ്രീൻ ബസാർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഏരിയയിലോട്ടാണ് കേട്ടോ. കുറേ പഴവർഗ്ഗങ്ങളും നട്ട്സൊക്കെ കിട്ടുന്ന കടകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഷോക്സിന്റെ അടിയിലിടാനുള്ള സാധനമാണ് കേട്ടോ. തണുപ്പത്ത് 250 and this is 1500. ഇനി 300 രൂപ കൂടുതലുണ്ട്. ഇവിടെ ഞാൻ സൈസ് നോക്കുവാണ് കേട്ടോ. ഈ സാധനം ഇതെന്ന് പറയുമ്പോൾ ഫൂട്ടില് ഷൂസിന്റെ അകത്ത് ഇടാനുള്ളതാണ്. തണുപ്പടിക്കൂല. ഇത് പല ക്വാളിറ്റിയിലുള്ളതുണ്ട്. കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് ഫോയിൽ നിറഞ്ഞത്, ഫോയിൽ ഇല്ലാത്തത്. അവിടെ നിന്ന് അത് വാങ്ങിച്ചിട്ടുണ്ട്. വരാം. താങ്ക് യു. വേണ്ടേ കസാക്കിസിന്റെ കുറേ ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കസാക്കി മോഡൽ കണ്ടില്ലേ. കൊള്ളാം കേട്ടോ. നല്ല വാമ് കിട്ടുന്ന സംഭവങ്ങൾ. ഇവിടെ മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റുകളും പിന്നെ ചെറിയ ഹായ് അതെ അടിപൊളി നല്ല ഫറുള്ള സാധനങ്ങൾ കേട്ടോ. എൻ്റെ അമ്മ അടിപൊളി കേട്ടോ. ഇവിടെ ഏഷ്യൻ ചീസ് കേട്ടോ. പൊളിച്ച് പണ്ടാരടങ്ങും. ഒരുമാതിരത്തെ ടേസ്റ്റാണ്. ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് വിൽക്കുന്നത്. കുറേ സലാഡുകൾ കണ്ടില്ലേ. ഇവിടെയും കുറേ വിൻ്ററിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. എന്താ പുള്ളിക്കാരൻ വാച്ചാണോ എന്തോ കീ എന്തോ ശരിയാക്കുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ കുറേ ലോക്കൽ സാധനങ്ങളും ടോയ്ലറ്റ് പേപ്പർ പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ആപ്പിളും നല്ല പോമോഗ്രനട്ടും മൊസമ്പിയും ചെറിയ നാരങ്ങയും. കുറച്ച് നീങ്ങി വരുമ്പോൾ ഇവിടെ കുറേ എന്താ പറയുക ഇലക്ട്രോണിക് സാധനങ്ങളും വീട്ടുപകരണങ്ങളൊക്കെ വിൽക്കുന്ന കടകളും മറ്റൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുത ഇന്ത്യ ഇത് കുത ഓസ്ട്രിയ യൂറോപ്പ. ഫൈനലി വി ആർ ടേക്കിംഗ് എ പിക്ചർ ഓഫ് ലോക്കൽ. ഇവിടെ കുറേ നേരമായിട്ട് ഒരു ലോക്കലിന്റെ പിക്ചർ അടക്കമാണ്. പുള്ളിക്കാരൻ മറ്റേ ഇതും പല്ലേക്കുന്ന ഇതും ഇവിടെ നമസ്കരിക്കുന്ന രീതിയൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ മാർക്കറ്റ് അങ്ങറ്റന്ന് ഇവിടം വരെ നടന്നു വന്നു. ഇനി ഈ ഭാഗത്ത് ഫുള്ള് മാർക്കറ്റാണ് കേട്ടോ. കുറേ ഉണ്ട് കാണാനായിട്ട്. ജുങ്കുളി നോ കങ്കറു
Kangaroo Australia. This is Austria. Austria. Europa. Germania. Yeah. Germany. Маленький. Yeah. Австралия большой. Australia Да, Austria. വീട് മുകളിൽ നിന്ന് താഴോട്ട് പടവിറങ്ങി കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സുകളാണ് കേട്ടോ. എൻ്റെ മോ അടിപൊളി കുറേ ഐറ്റം ഡ്രൈ ഫ്രൂട്ട്സുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. ആപ്രിക്കോട്ട്, ഡേറ്റ്സ് കണ്ടില്ലേ, പലതരം ഡേറ്റ്സുകളൊക്കെ. ഐ ഫീൽ ലൈക്ക് ഐ ആം ഇൻ മിഡിൽ ഈസ്റ്റ്. ഇവിടെ വേറെ മറ്റേ ചായയിലിടുന്ന പൊടി സംഭവങ്ങള്, പിന്നെ വെജിറ്റബിൾസ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്ത്. യു ക്യാൻ ഞാൻ വാങ്ങുന്ന കടയിൽ വന്നപ്പോൾ അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ സാധനം, വാട്ട് ഈസ് ദിസ്? I don't know, in German you call it Kaki. ഇതെന്ത് ഫ്രൂട്ടാണെന്നോ കേട്ടോ, ഇതെനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിച്ചിട്ടുണ്ടാകുന്നോ അത് നമ്മൾ വാങ്ങിച്ചു. ഇതിന് 600 രൂപയാണ്. അതായത് 600 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 110-120 രൂപയൊക്കെ വരുമെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സുകളാണ് കേട്ടോ എല്ലായിടത്തും. അതാണ്ട് പല മുന്തിരി. ഇത് വെളുത്തുള്ളിയാണോ? കൊള്ളാലോ. I love this. ഈ കളർ വെളുത്തുള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പുളിമുട്ടായെന്ന് തോന്നുന്നു. I don't know. This looks like apricot. And ആപ്പിളിന്റെ പല വിധത്തിലുള്ള ആപ്പിളൊക്കെയാണ് കേട്ടോ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. ജിഞ്ചർ? ഇത്രയും വലിയ ജിഞ്ചർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ചെറിയ തക്കാളി കേട്ടോ. നമ്മൾ നേരത്തെ വാങ്ങിച്ച ഫ്രൂട്ടിന്റെ പേരെന്താണെന്ന് അറിയില്ല. ഇങ്ങനെ താണ്ടെ ഫുള്ളായിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളി, നല്ല അടിപൊളി തണ്ണിമത്തിന്. ഇവിടെ കിട്ടാത്ത ഫ്രൂട്ട്സ് ഒന്നുമില്ല. മുകളിലോട്ട് എസ്കലേറ്റർ കയറി പോകുമ്പോൾ വേറെ ഭാഗങ്ങളാണ്. അവിടെയും കുറേ എന്താ പറയുക ഇതുപോലുള്ള നട്ടുകൾ വിൽക്കുന്ന ഇതാണ്. അങ്ങോട്ട് വേറെ പലചരക്ക് സംഭവങ്ങളും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങോട്ട് ഇവിടെ ഞട്ടിൻ്റെ സ്ഥലമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് കൂടുതൽ ആപ്രിക്കോട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, പിസ്ത, ബദാം. മുകളിലോട്ട് മുഴുവനും ഇങ്ങനത്തെ പാവയും തുണിത്തരങ്ങളും എന്താണ്ടേ ഇവരുടെ ഡ്രസ്സുകൾ, നൈറ്റ് ഡ്രസ്സും തൊപ്പിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ കടയിൽ വന്നിട്ടുണ്ട്. ചായ വെക്കാനെന്നാണ്. ഓ I don't know. ഇത് തൊപ്പിയാണ്. ഇത് ഇവരുടെ ഡ്രസ്സുകളും തൊപ്പിയൊക്കെ വിൽക്കുന്ന ഒരു സുവനീറിന്റെ കടകളാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നല്ല അടിപൊളി തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ താണ്ടേ കണ്ടില്ലേ. യെസ്, ഫൈനലി. ഹൂറേ താങ്ക് യു റഹ്മത്ത്. അവര് 3000 പറഞ്ഞു രണ്ടെണ്ണത്തിന്. ഞാൻ 3000. വി ബോട്ട് ഫോർ 1500. ഹാഫ് പ്രൈസ്. വി ഗുഡ് അറ്റ് ബാർഗൈനിങ്. ടോക്ക് ലെസ് ഗുഡ്. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി റോഡിൽ ഫുൾ ഇതുപോലത്തെ കുറെ ചിൽഡ്രൻസ് പാർക്കുകൾ കാണാം. നല്ല തണുത്തേത്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. വാക്ക്, ലെറ്റ് മീ ടേക്ക് വീഡിയോ. വാക്ക്. സ്ലോലി. ഞാൻ എങ്ങനെയെങ്കിലും ആ മരം തട്ടിയിടാൻ വേണ്ടി നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ 2GIS എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേറ്റ് ഉണ്ട്. 2GIS ആ ആപ്ലിക്കേഷനാണ് കേട്ടോ എല്ലാത്തിനും എന്താ പറയുക മാപ്പ് കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ആക്കുന്നത്. നമ്മളിവിടെ ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടെ ഉള്ള ഒരു ബസ് സ്റ്റോപ്പ്. അതോ അതിൻ്റെ മണ്ടയിൽ ഒരു കുതിരയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ വണ്ടിയുടെ അകത്ത് കണ്ടില്ലേ ഒരു കുതിര. ബസ്സിൽ കയറി ഇവിടെ ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. ഇവിടെ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി ഇങ്ങനെയുള്ള സംഭവത്തിൽ. അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. 200 കേട്ടോ ഇവർ പറഞ്ഞത്. കണ്ടേ അടുത്ത ബസ് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. യെസ്, 500 കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ടിക്കറ്റ് ഇല്ലാതെ പോയി. ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് വേണ്ട. പുള്ളിക്കാരി ചെക്കറാണ്. പുള്ളിക്കാരി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ഹലോ, സ്നോ വണ്ടി, സ്നോ ആക്കുന്ന വണ്ടിയാണ് കേട്ടോ ഈ കാണുന്ന പോകുന്നത്. വഴിയിലെല്ലാം ക്ലീൻ ചെയ്ത് പോവും. നമസ്കാരം. മാഹിൻ, Ashikin. Oh, okay. Ashikin 2.0. സ്ഥലം കണ്ണൂര് പന്തളം. ഓക്കെ. ഒരാൾ കൊണ്ടുണ്ട്. ആശിഷ് ബ്രോ, നിങ്ങളുടെ നാട്ടില്? കൊല്ലം. ഓക്കെ. അവര് നിങ്ങളെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. കാണാതെ എടുത്താണ്.
ഇവിടെ താണ്ടെ അവർ നമുക്ക് ബിസ്ക്കറ്റും ഇതൊക്കെ വന്ന് വെൽക്കം ചെയ്തു. Carola is always on phone. Carola is always on phone. Yeah, because I don't value my his company. I'd rather with my phone than with Yeah, always. Why did you come to travel? I'm regretting. You should have sit in, grass, on your balcony. ഇവിടെ ഒരു ചായ ഉണ്ടാക്കുവാണ് കേട്ടോ. ഞാൻ കളി പറഞ്ഞ കേട്ടോ, ഞാനാണ് എപ്പോഴും ഫോണിൽ കേട്ടോ. നമ്മളിനി ഇവിടെ നിന്ന് വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ഒരു സ്ട്രീറ്റിലോട്ട് പോവാണ് കേട്ടോ. അർബാത്ത് എന്ന് പറയുന്ന ഒരു നൈറ്റ് ലൈഫ് സ്ട്രീറ്റിലോട്ട് പോവാണ്. ഇവരും എല്ലാവരും കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് കസാഖ് ജീവിതം? എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. എന്തൊക്കെ പറയാനുണ്ട് കസാഖിനെ കുറിച്ച്? നല്ലത് മാത്രം. വിന്ററൊക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ മെഡിക്കൽ സ്റ്റഡീസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ, നിങ്ങൾ 5 വർഷം 5 വർഷം പഠനവും 2 വർഷം മാൻഡറ്ററി ആയിട്ടുള്ള ഇന്റേൺഷിപ്പാണ് കേട്ടോ ഇതിൽ ചെയ്യുന്നത് അല്ലേ? മാൻഡറ്ററി അല്ല. ഓക്കെ 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 ഓക്കെ. അപ്പം നമുക്ക് സിറ്റിയിൽ പോയിട്ട് കാണാം. അല്ലേ, നമ്മുടെ ഫ്രണ്ടിലത്തെ ബസ് എന്തോ അവിടെ പണിയായി കേട്ടോ. അയ്യോ, ഇനി അതൊക്കെ ശരിയാക്കിയിട്ട് മാത്രമേ നമ്മുടെ റോഡിലുള്ള വണ്ടിയെല്ലാം എടുക്കുള്ളൂ. ഇവിടെ ഒരാൾ കിടന്നുറങ്ങി കേട്ടോ. കസാക്കിയെ പോലെ ആയിട്ടുണ്ട്. കുട്ടന്മാർക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ച കത്തീഡ്രലാണ് കേട്ടോ ആ ഭാഗത്ത് കാണുന്നത്. നമ്മൾ എന്നിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അർബാത്ത് സ്ട്രീറ്റിലോട്ടാണ് നടന്ന് നീങ്ങുന്നത്. അയ്യോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പ് ഇവിടെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അർബാത്ത് സ്ട്രീറ്റിൽ വന്ന് നിൽക്കുവാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ടുള്ള ഒരു സ്ട്രീറ്റ്. നമ്മൾ അപ്പുറത്തോട്ട് പോവാണ്. തള്ളിയിടല് വാങ്ങ കേട്ടോ എൻ്റെ അത്. അവിടെ കണ്ട ഒരാൾ മ്യൂസിക്കൊക്കെ അവിടെ നിന്ന് പാടുന്നുണ്ട്. 5 സെക്കൻഡേ ഉള്ളൂ കേട്ടോ. ഇവളുടെ പണി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെ കാല് വെച്ച് തള്ളിയിടാനാണ് കേട്ടോ. ഒരു ദിവസം നിന്നെ കളത്തിയെടുത്തിടും. ബ്രോ, അർബാത്ത് സ്ട്രീറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അർബാത്ത് അടിപൊളിയാണ്, നല്ല വൈബാണ് ഇവിടെ. മ്യൂസിക്, പാട്ട്, ഡാൻസ്, എല്ലാ പ്രോഗ്രാംസും ഉണ്ടാവും. ഓക്കെ, ഞാൻ ഡാൻസ് ഒക്കെ കാണണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ബ്രോന്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് വല്ല പറയാനുണ്ടോ അർബാത്തിനെ കുറിച്ച്? ആഷിക്ക് പറഞ്ഞ ആ, ബ്രോ ആണോ ആഷിക്ക്? അപ്പം ബ്രോന്റെ പേരാ ആശിഷ്. ആ, കേട്ടോ നമ്മുടെ അർബാത്ത് സ്ട്രീറ്റ്. എന്താ ബ്രോ? വിന്റർ ആയതുകൊണ്ട് ആള് കുറവായിരിക്കും. വിന്റർ ആയതുകൊണ്ട് ആളുകൾ കുറവാണ് കേട്ടോ. അധികം ആളുകളൊന്നുമില്ല. പിന്നെ എല്ലായിടത്തും മഞ്ഞൊക്കെ മൂടി കിടക്കുവാണ്. കുറെ ഇത് പണ്ട് ക്രിസ്മസിന് വെച്ചാൽ ഇതുവരെയായിട്ട് ഇവര് മാറ്റിയിട്ടില്ല കേട്ടോ. പുള്ളിക്കാരൻ ആരെങ്കിലും സ്ട്രിൽസ് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. പാവല്ലേ, പാവം. കണ്ടില്ലേ, എല്ലാരും ഇതുപോലെ മ്യൂസിക് കണ്ടില്ലേ. ഇവിടെ കാഴ്ചക്കാരായിട്ട് കുറെ പേര് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. കണ്ടേ, നമുക്ക് ആവശ്യമുള്ളവർക്ക് കാശും കൊടുക്കാം. നമ്മള് വീണ്ടും വേറെ കുറച്ച് മലയാളികൾ കണ്ടിട്ട് പരിചയപ്പെടുത്തോ. റാഷിൽ എവിടെയാ സ്ഥലം? മലപ്പുറം, മഞ്ചേരി. എവിടെ? കോഴിക്കോട്. അൻഫാസ്, കണ്ണൂർ. പാലക്കാട്. നമ്മള് കണ്ടായിരുന്നു. അൻഫാസിനെ കണ്ടായിരുന്നു, റോനെ കണ്ടായിരുന്നു. ഇവര് നമ്മളോട് ഫ്ലൈറ്റിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവര് രണ്ടുപേരും വേറെ കുറെ പിള്ളേരും. സാഹിൽ, തൃശ്ശൂർ. ഓക്കെ, എങ്ങനെയുണ്ട് കസാക്കിസ്ഥാൻ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, വേറെന്താ പറയാനുള്ള കസാക്കിനെ കുറിച്ച്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്? ഇവരാണ് സീനിയർ. ഓക്കെ, എന്താണ് പറഞ്ഞോളൂ. പറയാന്ന് പറഞ്ഞാല് MBBS അടിപൊളിയാണ്, കുഴപ്പമില്ല. എക്സ്പെൻസ് ആവുന്ന അത്യാവശ്യം പറയുമ്പോൾ നല്ല കുറവാണ്. ഓക്കെ, കസാക്കിനെ കുറിച്ച് ചോദിക്കുന്നത് എല്ലാരെയും ഒന്നും ചോദിക്കാമെന്ന് വിചാരിച്ച്. അവരാണ് കേട്ടോ ഇതിന്റെ അപ്പുറത്തെ സീനിയർ, അവരാണ് കേട്ടോ. ആ, എന്തായാലും കാണാം കേട്ടോ. കണ്ടതിൽ വളരെ സന്തോഷം. പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർക്കൊരു ടൂർ കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയും? ഇതാണ് നമ്മുടെ പേജ്, ട്രാവോ കസാക്കിൽ കയറിയിട്ട് ഇവരുമായിട്ട് ബുക്ക് ചെയ്താൽ നിങ്ങൾ അടിപൊളിയായിട്ട് കസാക്ക് കാണിച്ചു കൊടുക്കൂലേ? അതായത് ഇപ്പൊ നമുക്ക് ക്ലയൻസ് എന്ന് പറഞ്ഞാൽ UAE ക്ലയൻസ് ഉണ്ട്, ജോർജിയയിൽ നിന്ന് നമുക്ക് ഒരു ടീമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്, കേരളയിൽ നിന്നും വരുന്നുണ്ട്. മലയാളികൾക്ക് വിസ ഫ്രീ ആയിട്ടുള്ള രാജ്യമാണ്. ചുമ്മാ പറന്നിറങ്ങാം കേട്ടോ. ഒരു booking.com ഒരു ഫ്രീ ആയിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്ത് വെച്ചാൽ മതി അല്ലേ. അഥവാ ഗൈഡൻസ് ആണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നടക്കട്ടെ. എന്തായാലും ഇവിടെ ഒരു ചെറിയൊരു മാള് പോലത്തെ ഒരു സംഭവ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതായത്
നമ്മുടെ ഈ കസാക്കില് പോക്കറ്റ് അടി ആൽമാട്ടില് ചോർ ബസാർ, നമ്മുടെ ഡൽഹിയിലെ ചോർ ബസാർ പോലെയാണ് കേട്ടോ ഇവിടെ മറ്റേ പോക്കറ്റ് അടിക്കുന്ന സംഭവമുണ്ട്. പോക്കറ്റ് അടിക്കുന്ന സംഭവങ്ങളെല്ലാം ഹലോ അതാണ്ടേ പോക്കറ്റ് അടിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുമെന്നാണ് കേട്ടോ അവർ പറയുന്നത്. എല്ലാം കിട്ടും. നിങ്ങളുടെ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ പോക്കറ്റ് അടിച്ചുകൊണ്ടോ വന്നാ? കുറച്ച് പേർക്ക് ഭയങ്കര ചൂടാവുന്നുണ്ട് കേട്ടോ. കുറച്ച് പേര് നല്ല ഫ്രണ്ട്ലിയാണ്, കുറച്ച് പേര് എനിക്ക് തോന്നുന്നു ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പം കുറേ ഇന്ത്യക്കാർ വന്നിട്ട് ഇന്ത്യയുടെ പേരൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലേ ഇതെല്ലാം ഇലക്ട്രോണിക് സ്റ്റോറുകളാണ് കേട്ടോ. ഐഫോണ് ധാരാളം പേര് ഐഫോൺ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഐഫോൺ 5s ഒക്കെ ഉണ്ട് കേട്ടോ. ബില്ലടിക്കാനായിട്ട് നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് കേട്ടോ. ബില്ലടിക്കാൻ വേണ്ടി ഇവിടെ സെൽഫ് സിസ്റ്റം ഉണ്ട്. നമ്മൾ സ്കാൻ ചെയ്യുക, നമ്മൾ സ്കാൻ ചെയ്തിട്ട് ആ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുക, അത്രമാത്രം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അല്ലാതെ അല്ലാതെ മാനുവലായിട്ടുള്ള അവിടെ ആളുകൾ ഇരിപ്പുണ്ട്. കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് ഡോണർ. അതാണ്ടേ ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെയാണ് കേട്ടോ ഒരു ദിസ് ബ്രെഡ്. ഓ നമ്മുടെ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ലവാഷിൽ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ. നോ ഇറ്റ്സ് നോട്ട് നൈസ്. വെജിറ്റേറിയൻ. My computer. ഞാൻ രാവിലെ എണീറ്റു ഇവിടെ എടുത്തോണ്ടിരിക്കുകയാണ്. രാവിലെ വെളുപ്പാകത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. ഈ സമയം 11:30 മണിയായിട്ടോ. എണീക്കുന്നതല്ല ഇപ്പം ലേറ്റാണ്, തണുപ്പത്തായോണ്ടാണെന്ന് തോന്നുന്നു. അവർ കുറേ പേര് കോളേജിൽ പോയിട്ട് തിരിച്ച് വരികയും ചെയ്തു. ഞാൻ ഇവിടെ എന്താ പറയുക ഒരു മിൽക്കി ബാർ പോലത്തെ സാധനം നെസ്ലയുടെ ആണെന്ന് ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അവരെന്തോ അവിടെ നിന്ന് കുക്ക് ചെയ്യാണ് കേട്ടോ. രാവിലെ തന്നെ അവര് കുറെ പേര് ഇവിടെ എന്തൊക്കെ കുക്ക് ചെയ്യാണ് കേട്ടോ. ബ്രോനെ പരിചയപ്പെടുത്തിയില്ല, പേര് പറയൂ. തിരുവനന്തപുരംകാരൻ ഈസാൻ. മണക്കാടാണ് അല്ലേ? പുള്ളി മണക്കാടാണ്. വേറെ തിരുവനന്തപുരം എന്താ? അഭിനവ്. തിരുവനന്തപുരത്ത് എവിടെയാ? കേശവദാസപുരം. ബ്രോ കൊല്ലം. നിങ്ങൾ ഐഡന്റിക്കൽ ട്വിൻസ് ആണല്ലേ? പുള്ളി ഇന്നലെ കാണിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ്ടെ രാവിലെ എന്തൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമയം ഉച്ചയായി കേട്ടോ. എണീറ്റാൽ നല്ല ലേറ്റായി. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഹിച്ചേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ ഒക്കെ വരുന്നത്. എന്താണെന്നോ അറിയില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും നേരത്തെ എണീക്കാൻ പറ്റുന്നില്ല. തണുപ്പായിട്ട് നല്ല ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കുന്നത്. ഇന്നലെ എനിക്കൊന്ന് എണീറ്റത് 10 മണിക്കാണ്. 10 മണിക്ക് എന്താണ് കേട്ടോ ഇന്നലെ എണീറ്റത്. ഇന്നിപ്പോൾ അതാട്ടെ 10:05 ഇന്ന് എണീറ്റ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ മറ്റേ എല്ലാവർക്കും ബൈ.